ദൈവത്തിന്റെ രക്ഷ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞാല് അത് ഒരു വലിയൊരു അധ്വാനം തന്നെയാണ്. നമ്മളുടെ രക്ഷയെന്ന് എല്ലാവരും പറയുന്നെങ്കിലും നമ്മള് ഓരോ യാത്രകളിൽ രക്ഷ വേണം. ഓരോ ദിനരാത്രങ്ങൾ, അതായത് രാവിലെ മുതൽ നമ്മൾ ഓരോ ജോലികളിലാണ്, ഓരോ ഉദ്യമങ്ങളിലാണ്, ഓരോ പ്രവർത്തനങ്ങളിലാണ്. നമ്മുടേതായ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്തു തീർക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എന്ത് സംഭവിക്കും, അടുത്ത സമയം നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ഒരു ഉറപ്പുമില്ല പറയാനായിട്ട്. നമുക്ക് എന്ത് അപകടം വരാം, അല്ലെങ്കിൽ എന്ത് അനുഗ്രഹം വരാം, ഒന്നും നമുക്കറിയില്ല. എല്ലാം ദൈവത്തിന്റെ ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന സാധ്യതകളാണ്. അപ്പോ ഈ അപകടമായാലും അനുഗ്രഹമായാലും നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ പഴുതുകളാണ്, അല്ലെ? അതെ അപകടങ്ങളായാലും അനുഗ്രഹങ്ങളായാലും നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നശിഞ്ഞു പോകാതെ സംരക്ഷിക്കപ്പെടുവാനുള്ള വലിയ ഒരു അനുഗ്രഹ സോഴ്സുകളാണ്, അല്ലേ? അതെ ആണോ? അതെ ഏ അതെ നമുക്ക് ഓരോ ജീവിത യാത്രകളിലും ദൈവം അനുവദിക്കുന്ന ഓരോ ദിവസത്തിന്റെ യാത്രകളിലും പലവിധ രക്ഷയുടെ കരം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് മുമ്പേ കടന്നു വരുന്നുണ്ടെങ്കിലും നമുക്കത് ആ രക്ഷിക്കപ്പെട്ട ഒരു ജനമാണെന്ന് നമുക്ക് മരണം വരെ പറയാനുള്ള യോഗ്യതയില്ലെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? നമ്മൾ നിരന്തരം പാപാവസ്ഥയിലാണ്. നമ്മൾ നിരന്തരം ഈ ലോകത്തിൻ്റെതായ രൂപിയുടെ അടിമത്തത്തിലാണ്. പക്ഷെ നമുക്കത് അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പരമാവധി നമ്മളിലുള്ള ശക്തി എത്രത്തോളം ദൈവകൃപയോട് ചേർത്ത് വെക്കുന്നോ അത്രത്തോളം നമുക്ക് രക്ഷയിലേക്ക് വരാനുള്ള ഒരു തുറവി കിട്ടും, അല്ലെ? നമുക്കിപ്പോ അറിവുകളുണ്ട്, എല്ലാവർക്കും അറിവുകളുണ്ട്. പല ഇപ്പം ഏത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടേതായ അറിവുകളുണ്ട്, വലിയവർക്കും അതിൻ്റെതായ അറിവുകളുണ്ട്. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളിലാണ്, ഇപ്പൊ കുഞ്ഞുങ്ങളിലുള്ള അറിവുകള് കുറച്ചും കൂടി നിഷ്കളങ്കമായിരിക്കും. അതാ കുഞ്ഞ് വളർന്നു വലുതായി വരുമ്പോഴേക്കും ആ അറിവില് എന്താണ് അഴുക്കുകളൊക്കെ പറ്റാം, അല്ലെ? വളർന്നു വരുന്നതനുസരിച്ച് അവരുടെ ആ നിഷ്കളങ്കതയില് മാലിന്യങ്ങൾ അല്ലെങ്കിൽ നിഷ്കളങ്കം ചേർക്കപ്പെടാം. കളങ്കം ഉണ്ടാവാം. ആദ്യത്തെ ആ ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തുകൂടിയാണ് ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോണത്? രക്ഷയുടെ കരുത്ത്, കരുതല്, അല്ലെ? ആ നിഷ്കളങ്കത. ഈശോ പറഞ്ഞ എന്താ? നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുക. നമുക്ക് കുഞ്ഞുനാളിലുണ്ടായ മനസാക്ഷിയല്ല വലുതായി വരുമ്പോ അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകൾക്ക്, ബുദ്ധികൾക്ക്, ആഗ്രഹങ്ങളനുസരിച്ച് ഈ മനസാക്ഷി അതിനോടനുസരിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവാണ് ഇരുന്ന് കരയുന്നത്. നമ്മളുടെ യാത്രകളിലൊക്കെ നമ്മുടെ ആത്മാവ് അപകടത്തിലാണെന്ന് നമ്മുടെ ആത്മാവിനറിയാം. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ചില ജീവിതങ്ങള് നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ നമുക്ക് പോലും അറിയില്ല അങ്ങോട്ട് പോയ അപകടമാണ്, ഇങ്ങനെ വന്ന അപകടമാണ്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ നമുക്ക് ഉള്ളിൽ നിന്നൊരു പ്രചോദനം കിട്ടാറുണ്ട്, അല്ലെ? ചില സാഹചര്യങ്ങളിൽ അത് ദൈവം നമ്മളെ ഉൾപ്രേരണ വഴി നമ്മളെ ആ അപകടാവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുക. ചിലപ്പോൾ അപകടങ്ങളിൽ കൂടി തന്നെ പോകേണ്ടി വരാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അപകടങ്ങളുടെ നടുക്കൂടി തന്നെ പോകേണ്ടി വരാം. അപ്പൊ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായം നമുക്ക് സ്വന്തം കഴിവിൽ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സഹായം വേണം. ഇത് ഞാൻ ഈ കരുണയുടെ ആൽബം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ ഹസ്ബൻഡുണ്ട് 2 വീലറിനാണ്. അപ്പോ ഞാൻ പകുതിയല്ല, ഞങ്ങളുടെ അവിടെ നിന്നൊരു 5 മിനിറ്റ് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എറണാകുളം ബോൾഗാട്ടി ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും അവിടെ ഈശോ ഇങ്ങനെ മാതാവ് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാണ്, ആരോ പറയാ മാതാവാണോ ഈശോ ആണോ എന്ന് എനിക്കറിയില്ല, ഈ ജപമാല എന്താണ് കയ്യിലെടുത്ത് പിടിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാധാരണ ചെയ്യാറുണ്ട് അങ്ങനെ. ഈ തിരക്ക് പിടിച്ചാണെന്ന് പോയത്. സമയം അവര് ഈ സ്റ്റുഡിയോന്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഒരു 10 മിനിറ്റ് വൈകി അവര് വഴക്ക് പറയും. കാരണം അത് ഷാർപ്പായിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് പല ആളുകളും വന്നു പോകുന്നതാണ്. അപ്പൊ അവർക്ക് ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആൾക്ക് സമയം തെറ്റും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് സ്റ്റുഡിയോന്റെ ടൈം കീപ്പ് ചെയ്യണം. പഞ്ച്വാലിറ്റി ഭയങ്കരമാണ്. അപ്പൊ
ഞാൻ ആ സമയം അപ്പൊ അന്ന് ബേബി ജോൺ കലയാന്താനിയാണ് എന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തത്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഇച്ചിരി ലേറ്റ് ആയി. അപ്പൊ പുള്ളി എന്നെ വഴക്ക് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് സ്പീഡിൽ പോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നോർമൽ സ്പീഡിലാണ് പോയത്. പക്ഷെ സ്റ്റുഡിയോന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഞാനിങ്ങനെ ജമാല ചൊല്ലിക്കൊണ്ട് തന്നെ പോണത്. ഇത് വാഴക്കാലയിലാണ് സ്റ്റുഡിയോ, കാക്കനാട് റൂട്ട്. അപ്പം അവിടെ സ്റ്റുഡിയോന്റെ തൊട്ടൊരു 5 മിനിറ്റ് കൂടി ഓടിയെത്താവുന്ന ദൂരമുള്ളൂ. അവിടേക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ തിരക്കുള്ള റോഡാ. ഒരു തരത്തിലും നമുക്ക് സ്പീഡിൽ പോകാനും പറ്റില്ല, ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള സ്ഥലം. അതിന്റെ ഇടയിൽ കൂടി 2 ചെറിയ പയ്യന്മാര് ഇടിച്ചു പൊളിച്ച് റോങ് സൈഡായിട്ട് കയറി വന്നു. നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു കൂടി ഇവര് കയറി വന്നപ്പോഴേക്കും ഈ മുമ്പിലുള്ള വണ്ടിക്കാരെല്ലാവരും തന്നെ പതറിപ്പോയി. ഈ വണ്ടികള് പതറുക എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ബുദ്ധിമുട്ട്, ഒരു വണ്ടിയുടെ താളം തെറ്റിയ പുറകിലുള്ള വണ്ടികളെല്ലാം വന്ന് ഇടിക്കുക. നമുക്ക് അറിയാലോ, അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയമായപ്പോഴേക്കും പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിലുണ്ടായ വണ്ടി എന്തോ വലിയ അപകടമൊന്നും ഇല്ലാണ്ട് ബ്രേക്ക് ഇട്ടു. അപ്പൊ അവര് തന്നെ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങള് ഈ വണ്ടിയിൽ ചെന്ന് ഇടിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ വണ്ടി, അതായത് ഹസ്ബൻഡ് ഓടിച്ചിരുന്ന വണ്ടി ആരോ ബ്രേക്ക് പിടിച്ചു എന്നാ പറയണത്. പുള്ളി പറയണത് ഞാൻ ബ്രേക്ക് പിടിച്ചില്ല, ഞാനിത് ഈ റോങ് സൈഡ് കയറി തന്നെ ഇവരുടെ ഈ 2 വെറുതെ ഇങ്ങനെ ചെറിയ പിള്ളേര് തലക്ക് വട്ട് പിടിച്ച പോലെ കിടന്ന് ഓടുന്ന പിള്ളേര്, ഒരു ഓളം തെറ്റിക്കിടക്കണ പോലത്തെ പിള്ളേര്. അവരിങ്ങനെ റോങ് സൈഡായിട്ട് കയറി വന്നിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് അവര് അതുപോലെ റോക്കറ്റ് പോലെയാണ് പോണത്. അപ്പൊ അവര് നിർത്തണമില്ല, പെട്ടെന്ന് പോവുകയും ചെയ്തു. അവർ നിർത്താണ്ട് പോയി. അപ്പൊ എന്താണ്, ഞങ്ങള് ശരിക്കും വലിയൊരു ആക്സിഡന്റ് അവിടെ നടക്കേണ്ടതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ചെറിയ ഒരു ബ്രേക്ക്, ആരോ ദൈവത്തിന്റെ ഒരു കരം അവിടെ പ്രവർത്തിച്ചു. നമുക്ക് ബ്രേക്ക് പിടിക്കാനുള്ള ആ ഒരു സെക്കൻഡ് പോലും നമുക്ക് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ദൈവം തന്നെ അവിടെ വണ്ടി എന്നെ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അപ്പം അതായത് ചില പ്രതിസന്ധികളിൽ കൂടി നമ്മൾ പോകേണ്ടി തന്നെ വേണം. പക്ഷെ അവിടെ എല്ലാം നമ്മള് പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള. അപ്പൊ അവിടെ നിന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഉയർത്തി കാണിച്ചു, എന്റെ കയ്യില് ഈ ആയുധം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാ, നീ എന്തേ കയ്യില് കൊന്തെടുത്ത് പിടിക്കാത്ത എന്നിങ്ങനെ ചോദിച്ച് അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. കാരണം അത് കയ്യില് പിടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കില്ല. കാരണം പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ പല ചിന്തകളോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ കയ്യിൽ പിടിച്ചു എന്നുള്ളൊരു ചിന്ത മാത്രം നമുക്കൊരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കും. പക്ഷെ അന്നേരം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അതായത് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി, രക്ഷ എന്ന് പറഞ്ഞാല് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുക എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ യാത്രകള്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരു രക്ഷയുടെ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിലും അപകടങ്ങള് നമുക്ക് ഓപ്പോസിറ്റ് വരാം. നമ്മളിപ്പോ എല്ലാവരും തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര ഭംഗിയായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചാലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവൻ ഏത് ചിന്തയിലാണ്, എന്ത് വിചാരത്തിലാണ്, എന്ത് റോങ് ആയിട്ടാണ്, എത്ര എന്താണ് റോങ് സൈഡ് അല്ലെങ്കിൽ എത്ര മോശം ചിന്തയായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ കെയർ ആയിരിക്കണം, അല്ലെ? നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അതാണ് നമ്മളുടെ ജീവിതത്തില് രക്ഷ എന്ന് പറഞ്ഞാല് നമ്മള് ജീവിതത്തിന്റെ എല്ലാ സെക്കൻഡുകളും രക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ദൈവം നമുക്ക് തരുന്നതിന്റെ ആ ഒരു സ്ട്രെങ്ത്, നമ്മളുടെ ദുർബലത നമുക്ക് ഉണ്ട്. പക്ഷെ എങ്കിലും ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, ദൈവം നമ്മളെ വീണ്ടെടുക്കും, ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്. അപ്പോ ഈ രക്ഷയിലേക്ക് നമ്മൾ ഒരു ദിവസം മാത്രമല്ല, എല്ലാ സമയവും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത്, ജോലിയില്,
നമ്മുടേതായ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഈ ഓർമ്മയുണ്ടായിരിക്കും. അതായത് ദൈവിക ചിന്തയാണ് നമ്മളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് എപ്പോഴും. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. ഈ ഹൃദയവിചാരത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കേൾക്കാവോ ക്ലിയർ ആയിട്ട്? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിവുള്ളവനും കഴിവില്ലാത്തവനും അഹങ്കരിക്കാം, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും അഹങ്കരിക്കാം, അറിവുള്ളവനും അറിവില്ലാത്തവനും അഹങ്കരിക്കാം, അല്ലെ? അതിനിപ്പോ ആരുടെയും പ്രത്യേകമായിട്ടുള്ള അനുവാദമൊന്നും വേണ്ട. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാ, അല്ലെങ്കിൽ അഹം പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ഇപ്പൊ പലരുടെയും ഈ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലും സമ്പന്നതയിലും മനുഷ്യന്റെ ഹൃദയങ്ങളുടെ താളം വ്യക്തമായിട്ട് അറിയുന്ന ദൈവത്തെ പോലെ നമ്മുടെ ഹൃദയം വായിച്ചറിയുന്ന ആരുമില്ല. പക്ഷെ നമുക്ക് പോലും നമ്മുടെ ഹൃദയാവസ്ഥ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ജീവി ഏതാണ്? മനുഷ്യൻ മാത്രമാണ്, അല്ലെ? മനുഷ്യൻ മാത്രമാണ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും. അതായത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്, പക്ഷെ അഹങ്കാരത്തിന്റെ ഗോപുരത്തിൽ കയറിയിരിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട്. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ ഞാൻ ഓർക്കാറുണ്ട്, ഇവരിത്രയും ദുരിതപ്പെട്ട അവസ്ഥയിൽ എന്തിനാ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നതെന്ന്. എന്തുണ്ടായിട്ട് കയ്യിലൊന്നുമില്ല, ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത ജീവിതങ്ങളാ. പക്ഷെ എന്താണെന്നറിയോ, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് ഒരു തരം അരൂപിയാണിത്. അതായത് അരൂപി എന്ന് പറഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് നമ്മളെ ഭരിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെ? കാണാൻ പറ്റണം, തൊടാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ കുറേയും കൂടി എളിമപ്പെട്ട് ദൈവത്തിന്റെ കരുണയ്ക്ക്, അർഹതയില്ലാത്ത കരുണയെ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ലോത്തിന്റെ ജീവിതത്തില് ലോത്തിനെ ഏറ്റവും നല്ല സ്ഥലം നോക്കിയാണ് അബ്രഹാം കൊടുത്തത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് വേദനിക്കാനോ അനുദപിക്കുവാനോ അവിടുന്ന് രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നും ആ മോശം അവസ്ഥയിൽ നിന്നും എനിക്ക് ഒരു മോചനം വേണമെന്ന് ലോത്ത് ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ലോത്ത് എന്തായിരുന്നു? ലോത്ത് പ്രവാസിയാണ്. അപ്പൊ പ്രവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വരുത്തന്മാരെന്നൊക്കെ പറയില്ലേ? അപ്പോ ഈ കയറി ചെന്ന് താമസിക്കുന്ന ആൾക്കാരോട് അവിടെയുള്ള ആൾക്കാർക്ക് അത്ര വലിയ മതിപ്പൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ അവരുടെ ഔദാര്യത്തിലും അവരുടെ അണ്ടറിലും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പ്രത്യേകമായ സ്വാതന്ത്ര്യമൊന്നുമില്ല, പക്ഷെ ജീവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം, അതായത് നമ്മൾക്ക് ഈ ദൈവം തരുന്ന കരുണ നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും, അല്ലെ? നമുക്ക് വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ദാരിദ്ര്യത്തിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും
നമുക്കൊരു വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അത് 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 ദൈവം അനുവദിച്ചത്, അത് നമുക്ക് അവകാശമുള്ളതാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്തുക എന്ന് പറഞ്ഞാല് ഭയങ്കരമായ വെല്ലുവിളി. അത് ദൈവിക നന്മയില് നമ്മൾക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ്. പണ്ട് എന്റെ അപ്പന് വലിയൊരു എമൗണ്ട് ആരോ കളഞ്ഞതല്ല, നഷ്ടപ്പെട്ടിട്ട് കൈ കിട്ടിയപ്പോഴേക്കും അന്ന് ആണെങ്കില് ഒരു വലിയൊരു ബാഗായിരുന്നു, ബാഗിൽ നിറച്ച് കാശായിരുന്നു. ഒരു ബസ് യാത്ര ചെയ്തപ്പോ അപ്പൻ ഇങ്ങനെ പുറത്തൊക്കെ ജോലിക്ക് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ അങ്ങനെ ബസ്സിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ലോങ് ട്രിപ്പ് യാത്ര ചെയ്യുമ്പോഴേക്കും ഉറങ്ങിപ്പോവല്ലോ. അപ്പൊ അങ്ങനെ ആരോ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ട് അത് അപ്പന്റെ സീറ്റില് ആയതുകൊണ്ട് അങ്ങനെ കിട്ടി. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. അപ്പൊ അന്ന് കൂടെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞതിന്റെ കാര്യം, ആ കാശുണ്ടായിരുന്നെങ്കിൽ അന്നാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം. അപ്പം ഈ ജോലി ലോങ്ങിലായുള്ള ജോലിയാണെങ്കിൽ കുറെ കഷ്ടപ്പെട്ടൊക്കെയാണ്, വളരെ തുച്ഛമായ കൂലിയൊക്കെയാണ് അന്ന്. അപ്പം അത്രയും ഇതൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഒരു എമൗണ്ട് കിട്ടുമ്പോ എന്തായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ലോട്ടറി അടിച്ച പോലെ. പക്ഷെ അപ്പന്റെ അന്നത്തെ മനസാക്ഷി അനുസരിച്ച് അപ്പന്റെ ഒരു ദൈവത്തിന്റെ ഒരു എന്താണ് സ്വാധീനം ഉള്ളിലുണ്ടായത് കൊണ്ട് അപ്പൻ അത് അവിടെ ഉള്ളൊരു സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് പോരാ ചെയ്തു. ആ വീട്ടിൽ വന്ന ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോഴേക്കും നാട്ടുകാരൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഈ കാശുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഈ കടവും കടബാധ്യതയൊക്കെ വീട്ടിൽ നല്ലൊരു വീടൊക്കെ വെച്ച് സെറ്റ് ആകാം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അപ്പൻ പറഞ്ഞു, ആ കാശ് പക്ഷെ എനിക്കത് ഉപകാരപ്പെടില്ല. ചിലപ്പോ ആരുടെ കാശാണ്, എന്തോരം കണ്ണുനീരുണ്ടാവും, അധ്വാനത്തിന്റെ വേർപ്പുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല. അപ്പൊ നമ്മള് അധ്വാനിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അധ്വാനത്തിന്റെയും കാശിന്റെയും ബുദ്ധിമുട്ടും അത് അധ്വാനിച്ചെടുക്കുന്നതിന്റെ വിലയും ഒക്കെ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു കാര്യം ബോധവും ആ ചിന്തകളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇന്നും അപ്പൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ദൈവിക നീതിയോ അല്ലെങ്കിൽ ദൈവവിചാരമോ അതിലില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാവാം അതെല്ലാം ഉപേക്ഷിച്ച് അപ്പോഴും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ ജീവിക്കുന്നതില് സന്തോഷം കണ്ടെത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവനെ ചിതറിക്കും. അപ്പൊ നമ്മൾക്ക് ഇപ്പോ നമ്മളുടെ കയ്യിലേക്ക് മറ്റുള്ളവരുടെ 1 രൂപയാണ് വന്ന് പെട്ടത്. നമ്മള് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതില് വഴി കിടന്നൊരു 100 രൂപ കിട്ടി. അത് അവരുടെ വീടിന്റെ വാതിക്കല് കിട്ടിയതാണ്. റോഡാണ് വീടിന്റെ വാതിക്കല്. അപ്പം അങ്ങനെ കിട്ടിയപ്പോ ആ കാശ് അവര് പിള്ളേരോട് പറഞ്ഞു, മക്കളെ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് കടിക്കുള്ള കാശ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയി അങ്ങനെ അവരെല്ലാരും പോയി കുറച്ച് ചായക്കുള്ള കടി പഴംപൊരിയും അതും ഇതൊക്കെ വാങ്ങിച്ചപ്പോ അവരും വലിയ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ്, വലിയ കാശ് ഭയങ്കരതായിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ അവർക്ക് ഒരു സന്തോഷം, എല്ലാരും കൂടി ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കൊച്ചു വന്നിട്ട് ഭയങ്കര വിഷമിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പൊ ഇവര് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, ഞാനിതിലെ പോന്നപ്പോ വീട്ടിൽ ചെന്നപ്പോഴേക്കും കയ്യിൽ കാശില്ല. അപ്പൊ വീട്ടിലെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പക്ഷെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന വഴിക്ക് എന്റെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ മരുന്നില്ലാണ്ട് ചെന്ന് എന്നെ വഴക്ക് പറയും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിന് കരയാണ്. അപ്പൊ ഇവർക്ക് ആ കാശ് കിട്ടി. പക്ഷെ ഈ കാശ് ഇവർക്കറിയില്ല ഈ കാശ് എന്താണ് ഏതാണ് എവരുടെ ആരുടെ കയ്യിൽ നിന്ന് പോയെന്ന്. പക്ഷെ വഴി കിടന്നിട്ട് ഇവരുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തിക്ക് കിട്ടിയപ്പോ അവരപ്പൊ തന്നെ ഒന്നും വിചാരിച്ചില്ല, ആരുടെയാണ് എന്താണെന്നൊന്നും ചോദിച്ചൊന്നുമില്ല. ആരെ റോട്ടിൽ കണ്ടില്ല, വഴിയിൽ കാണാഞ്ഞോണ്ട് അവര് അപ്പൊ തന്നെ അത് വൈകുന്നേരത്തെ ചായക്ക് കടിക്കുള്ള ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചു വന്നിട്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞ് വരുന്നത് കാണുമ്പോ ഈ സ്ത്രീ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം. അപ്പൊ തന്നെ അവരുടെ കയ്യിലിരുന്ന് വെച്ച അതേ എമൗണ്ട് തന്നെ കൊടുത്തു, കരയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വാങ്ങിച്ച
കഴിച്ച ഭക്ഷണവും കൊടുത്തു. അപ്പോ ശരിക്കും പറഞ്ഞ അതിൽ നിന്നൊരു ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, നമ്മൾക്ക് കിട്ടുന്ന ഇപ്പൊ വസ്തുവാണെങ്കിലും പണമാണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഡോക്യുമെന്റ്സ് എന്താണെങ്കിലും അതിന്റെ ഉടമസ്ഥൻ ഇരുന്ന് വേദനിക്കുന്നുണ്ട്. ആ ഉടമസ്ഥൻ അത് കാണാണ്ട് ഇരുന്ന് വളരെയധികം വേദനിക്കുന്നുണ്ട്. ആ വേദനയുടെ കരച്ചിൽ, അല്ലെങ്കിൽ ആ വേദനയുടെ നെടുവീർപ്പും കണ്ണുനീരും ഒക്കെ ആ വസ്തുവിലുണ്ട്. അത് നമ്മളുടെ അടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്കതിന്റെ സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിന്നുള്ളതും കൂടി നമുക്ക് അന്നേരത്തെ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവര് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് ഇങ്ങനെ കഴിക്കാൻ പോലും ഈ പെങ്കൊച്ചു നീര് കഴിയുമ്പോ ഇവർക്ക് അത് പിന്നെ തിന്നാൻ പറ്റുന്നില്ല. ഈ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം പിന്നെ ഇവർക്ക് തിന്നാൻ പറ്റുന്നില്ല. പിന്നെ അവര് കാശ് കൊടുത്ത് കിട്ടിയ കാശ് എത്രയാണോ അത്രയും കാശ് കൊടുത്ത് കൊച്ചിനെ സമാധാനിപ്പിച്ച് വിട്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. ഇതാണ് നമ്മള് എത്ര ഇതാണെങ്കിലും അത് ഹൃദയത്തില് നമുക്ക് അത് വേണമെങ്കിൽ ഇവർക്കറിയാം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിലും നിൽക്കാം. ഇതിപ്പോ വലിയ വലിയ സംഭവം ഹൃദയത്തിൽ നടക്കുന്ന ചിന്തകള് നമ്മളെ അപകടത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കാം. അല്ലെ? നമ്മൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, നമുക്ക് അവകാശപ്പെട്ടതാണോ, നമുക്ക് അനുവദിച്ചതാണോ എന്ന് വിചാരിക്കുമ്പോ നമുക്കത് അനുവദിച്ചതാണെങ്കിൽ നമുക്കത് അനുഗ്രഹമായി മാറും. അനുവദിക്കാത്തതാണെങ്കിൽ നമുക്ക് എന്തായി മാറും? അപകടമായി മാറും. അല്ലേ? ദൈവം നമുക്ക് അനുവദിക്കാത്തതാണെങ്കിൽ നമുക്കത് അപകടമായി മാറും. അത് ജീവിതത്തിന്റെ ഏത് അവസ്ഥ, ഇപ്പോ സമ്പത്ത് മാത്രമല്ല, വസ്തുക്കള്, അധികാരങ്ങള്, അതുപോലെ പ്രോപ്പർട്ടീസിൽ വരുന്ന, ഇപ്പൊ നമ്മുടെ കുടുംബത്തിലോ അങ്ങനെ ഇപ്പൊ മറ്റുള്ളവരുടെ ഒരു സ്വത്ത്, ഒരു തരി മണ്ണ് നമ്മള് എടുത്ത ആ മണ്ണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പക്ഷെ ആ മണ്ണ് നമുക്ക് എതിരെ പ്രവർത്തിക്കും. ഈ ലോകത്തിലെ എല്ലാത്തിലും ഇതിൻ്റെതായ ഒരു സോൾ ഉണ്ട്. മണ്ണിനൊരു സോൾ ഉണ്ട്, ജീവനില് സോളുണ്ട്, എല്ലാത്തിനും ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് അല്ലെങ്കിൽ ഒരു അരൂപിയുണ്ട്. ഈ അരൂപി നമുക്കെതിരെ പ്രവർത്തിക്കും. നമ്മുടെ അല്ലാത്തത് കൊണ്ട് നമ്മളത് സ്വാർത്ഥപരമായ ചിന്തയോടും അഹങ്കാരത്തോടും നമ്മളത് സ്വന്തമാക്കി. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു യാതൊരു ഫ്രൂട്ടും ലഭിക്കില്ലെന്ന് മാത്രമല്ല, നമ്മളെ അത് ഞെരുക്കും. മുള്ളുകൾ കൊണ്ട്, അതിലുള്ള മുള്ളുകൾ, അതിൽ നിന്ന് വരുന്ന വേദന നമുക്ക് മുള്ളായും അത് അപകടമായി നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലായ്മയാക്കി മാറ്റും. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അല്ല എന്നുള്ള ചിന്ത നമ്മൾ ബോധപൂർവം നമ്മളത് സ്വീകരിക്കാഞ്ഞത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നമുക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വേദനിച്ചിരിക്കുന്ന, പക്ഷെ ഈ വസ്തു ഉണ്ടല്ലോ, വസ്തു അതിനേക്കാൾ വേദനിച്ചായിരിക്കും കിട്ടിയവന്റെ കൂടെ ഇരിക്കുന്നത്. അവർക്കത് ഉപയോഗിക്കുന്നതില് ചിലപ്പോ അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ ഈ ഉത്തിരിപ്പ് കടം എന്ന് പറഞ്ഞ ഒരു കടം ഉണ്ടല്ലോ, ഈ അവസാനം ഈ വസ്തു അല്ലെങ്കിൽ ഈ എന്ത് സാധനമാണെങ്കിലും അത് ഉപയോഗിച്ച ആൾ അവസാന കാലം വരുമ്പോ ഭീകരമായി ആക്രമണം നേരിടേണ്ടി വരും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത്രമാത്രം ആക്രമണം. അതായത് ഈ വസ്തു, ഇന്നത്തെ ഗോസ്പലില് ഈശോ പറയുന്നൊരു വചനഭാഗമുണ്ട്, പിതാവായ ദൈവം എന്നെ വിട്ടിരിക്കുകയാണ്, ഞാനല്ല വിധിക്കുന്നത്, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈശോ ആരെയും വിധിക്കുന്നില്ല. പക്ഷെ പിതാവായ ദൈവം ഈശോയെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മരണസമയത്ത് ഇതൊരു വിധിയായി മാറും. അതായത് നമ്മളിപ്പോ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു, പക്ഷെ അത് അവര് അവഗണിച്ചു കളഞ്ഞാല് ഈ പറയുന്ന ആൾക്ക് പ്രശ്നമൊന്നുമില്ല. അവഗണിക്കുന്ന ആൾക്ക് അന്നേരം പ്രശ്നം ഉണ്ടാവില്ല, പിന്നീട് ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടാകും. അത് തീർച്ചയാണ്. അത് ഏത് അവസ്ഥയിലാണെങ്കിലും ഉണ്ടാകും. അത് പറഞ്ഞ ആള് എന്തുദ്ദേശത്തോടെ പറഞ്ഞാണെന്ന് ദൈവത്തിനറിയാം. അല്ല, ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് ഓരോ കാര്യം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഫരിസേയരും ചുങ്കക്കാരും നിയമജരും പുരോഹിതരും ജ്ഞാനികളും എല്ലാവരും ഈശോയെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർക്കത് മനസ്സിലായി അവസാന കാലങ്ങളിൽ. അപ്പൊ അവരുടെ ആ അന്ധത അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം തന്നെയാണ് അവരെ വിധിച്ചത്. അല്ലാതെ ഈശോ പറഞ്ഞത് അനുസരിക്കാതെ
പോയത് എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയം ആ അതുപോലെ അഹങ്കരിച്ചിരുന്നത് കൊണ്ടാണ് അവർ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അപ്പോ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ. അപ്പോ ഈ ഹൃദയത്തില് നമുക്കൊരാളെ അംഗീകരിക്കാൻ അനുസരിക്കുവാനും സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നത് കൊണ്ടും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളോട് കരുതലും സ്നേഹവും ഉള്ളത് കൊണ്ടാ. ഈ ആള് ഉന്തി തള്ളി പുറത്തിറക്കിയ പിന്നെ അടുത്ത് കയറി വരുന്നത് ആരാണ്? ആരാ കയറി വരുന്നത്? ദൈവത്തെ ഉന്തി തള്ളി പുറത്താക്കുമ്പോ ആര് കയറി വരും? പിശാച് കയറി വരും. പിശാച് പറയും, ഓ അതൊന്നും പ്രശ്നമൊന്നും, ഇതൊക്കെ നാട്ടുനടപ്പല്ലേ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളല്ലേ നടക്കുന്നത്, അതൊന്നും കണ്ട് നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറയും. പിശാച് അങ്ങനെ വരും പറയുള്ളൂ. കാരണം അവന്റെ സ്വഭാവം എന്താണ്? നശിപ്പിക്കുക, മോഷ്ടിക്കുക, കൊന്നുകളയുക എന്നാണ്, അല്ലെ? അപ്പൊ ജീവന്റെ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ ചിന്തകളോട് നമ്മൾ അനുസരണത്തോടും വിധേയത്തോടും ആയിരുന്നില്ലെങ്കിൽ ഇവൻ അങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മളത് അവൻ പറയണത് കേൾക്കും. അവസാനം നശിഞ്ഞു പോണത് പിശാചല്ല, പിശാച് നശിപ്പിന്റെ പുത്രനാണ്. അവൻ നുണയനാണ്, നുണയന്റെ പിതാവാണ്. പക്ഷെ നമ്മള് ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ അവകാശമാണ് നമുക്ക് അവൻ നിഷേധിച്ച് കളയാനുള്ള അവസരം കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറയണൊക്കെ അനുസരിക്കാൻ നിനക്ക് എന്താ പിശാചിന് നമ്മൾ വേണമെങ്കിൽ ന്യായീകരിക്കാം. ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ പലതും അങ്ങനെ പറയും. നമുക്ക് അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ കൈയൊഴിഞ്ഞു കളയും. അതിപ്പോ മനുഷ്യനായാലും എന്താണെങ്കിലും കൈയൊഴിഞ്ഞു കളയും. കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സുഹൃത്തല്ല, അല്ലെങ്കിൽ നല്ല ഇടയനല്ല, നല്ല സ്നേഹിതനല്ല, നല്ല കുടുംബമല്ല, നല്ല ഭർത്താവല്ല, ഭാര്യയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നല്ല മക്കളല്ല. കാരണം അങ്ങനെ ഒരു, അതായത് ഈ നല്ലതല്ല എന്ന് തെളിയിക്കുന്ന എന്താണ്? നല്ലതല്ലാത്തവൻ അവന്റെ ഉള്ളില് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അല്ലെ? നല്ലതല്ല എന്ന് ഇപ്പൊ നമ്മൾ ഒരു അപകടം വന്നു, അല്ലെങ്കിൽ നമ്മൾ മാനസികമായി എന്തെങ്കിലും ഒരു കപടതയിൽ അല്ലെങ്കിൽ വഞ്ചനയിൽ പെട്ടുപോയി നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലില്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ സഹായിക്കാമെന്ന് ചിന്തിക്കാനും പറയാനും ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നമ്മളുടെ ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഉള്ളില് ദൈവമില്ല എന്നുള്ള ഒരു തെളിവ് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ കൂടുതൽ കൂടുതൽ കുറ്റപ്പെടുത്തി നമ്മുടെ മുറിവുകളിലേക്ക് ഭീകരമായ വേദനകൾ തന്നുവിടുന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളില് യഥാർത്ഥത്തില് ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ അവന് അങ്ങനെ പറയാൻ സാധിക്കില്ല. അതിനൊരു വഴി ദൈവം കാണിച്ചു തരും എന്നൊരു വാക്കെങ്കിലും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളില് ഉണ്ടെന്നുള്ള ഒരു തെളിവ് നമ്മുടെ വാക്കുകളിൽ കൂടി പ്രവർത്തികളിൽ കൂടി അത് പുറത്തു വരും. കാരണം ദൈവം വെറുതെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. ദൈവം എപ്പോഴും ആക്റ്റീവാണ്. സ്നേഹം പ്യുവർ ആണെങ്കിൽ സ്നേഹത്തിന് ഇങ്ങനെ മന്ദതയില്ല. സ്നേഹം എപ്പോഴും ഭയങ്കര എന്തൂസിയാസമാ, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് നമ്മളിലുള്ള ആ ഒരു തിരിച്ചറിവ് ഹൃദയത്തിൽ ഇതെല്ലാം എവിടെ നടക്കുന്നത്? ശരീരത്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം. ഹൃദയത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മൾ തന്നെ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ വരും. നമ്മൾ കൺട്രോൾ ചെയ്താല്, ദൈവകൃപയാൽ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. നമുക്കിപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മള് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടത്തിൽ ഇരിക്കുകയാണ്, അപ്പൊ ഒരു പ്രതിസന്ധി വന്നു, എന്തോ ആയിക്കോട്ടെ നമുക്ക് അന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊരു ചിന്ത വരുന്നത് എന്തുള്ളത് കൊണ്ടാണ്? ദൈവത്തോടുള്ള വിശ്വാസം. ദൈവത്തോടുള്ള ഒരു വിശ്വാസം, ഒരു പ്രത്യാശയാണ് പ്രാർത്ഥന, അല്ലെ? നമുക്ക് എന്തിനേയും പ്രതീക്ഷിക്കാനുള്ള ഒരു റൂട്ടാണ് പ്രാർത്ഥന. പക്ഷെ ഈ ലോക ചിന്തകളിൽ അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നവർക്ക് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിരസതയാണ്. വെറുതെ എന്തിനാ സമയം കളയണേന്ന് പറയും, അല്ലെ? അങ്ങനെ പറയും. പിന്നെ ഓരോരുത്തരുടെയും ബുദ്ധി കൊണ്ട് ചിന്തിക്കും.
പിന്നെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, പക്ഷെ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഒമ്പതുകാല ചിന്തകൾ എന്ന് പറഞ്ഞ ഒരു ചിന്തകളിൽ ഒരു ദിവസം യേശു പറഞ്ഞാണ്, പ്രാർത്ഥിക്കാത്ത ഒരു ആത്മാവ് പ്രാർത്ഥിക്കാത്ത ഒരു ആത്മാവ് പ്രാർത്ഥിക്കാത്ത ഒരു ആത്മാവിന്റെ അവസ്ഥ ഒരു പ്രേതാലയമാണ്. പ്രേതാലയം, അതായത് ജീവിക്കുന്ന പ്രേതാലയം. അത് മനുഷ്യർ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളൂല. പ്രാർത്ഥിക്കാത്തവന്റെ ഒരു ആത്മാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ഒരു പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ്, അല്ലെ? അതെ. നമുക്കൊരു നിഴല് കണ്ടാൽ പോലും നമുക്ക് ഉള്ളിലൊരു ചങ്കിടിപ്പാണ്. എന്താ കാര്യം? നമ്മുടെ ഉള്ളില് ആ ദൈവിക സ്വാധീനം ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രേതാലയം പോലെ ആയിപ്പോകുന്നത്. നമുക്കറിയാം, പ്രേതാലയം എന്ന് പറഞ്ഞാൽ ഒരു നിഗൂഢതയാണ്, അല്ലെ? അങ്ങനത്തെ ഒരു നിഗൂഢതയുടെ ഒരു അവസ്ഥയാണ് പ്രേതാലയം പോലെ പ്രേതാലയം പോലെ കിടക്കുന്നു. ആ വീട് ഒരു പ്രേതാലയം പോലെയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ദൈവിക ചൈതന്യം ആ വീടിനില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സ്ഥലം ഒരു പ്രേതാലയം പോലെയാണ് എന്ന് പറയും. എന്താണ്? അവിടെ ഒരു ദൈവികമായ ഒരു സ്വാധീനമില്ല, ഒരു വൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോ തന്നെ പകൽ വെളിച്ചത്തിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. ചില അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ ഇതുപോലെയാണ്, ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥ. ചില വ്യക്തികൾ വാ തുറന്നാ നമുക്ക് നെഗറ്റീവ് അടിച്ചു കയറും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഭയങ്കര വിശുദ്ധിയിലൊന്നല്ല ജീവിക്കുന്നെങ്കിലും നമ്മളിലുള്ള ഒരു ചെറിയൊരു അംശത്തിന്റെ ദൈവിക ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അതും കൂടി അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മറ്റൊരു പ്രേതാലയമായി മാറും, അല്ലെ? അപ്പൊ നമ്മള് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കാനായിട്ട് ദൈവം കൃപ തന്നിരിക്കുന്നത്. പക്ഷെ ഇതിനെയാണ് പിശാച് വേണ്ട എന്ന് പറയുന്നത്, അല്ലെ? പിശാച് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പ്രാർത്ഥന, അല്ലെ? നമ്മള് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എത്ര കഠിന ഹൃദയമായ അവസ്ഥയിലാണെങ്കിലും ഒരു വ്യക്തി അവന്റെ നിസ്സഹായാവസ്ഥയിൽ മുട്ടുകുത്തി ആരും കാണാതെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് അവന്റെ ദൈവത്തിന്റെ ഒരു സ്നേഹ തലോടലായി മാറാൻ അവന്റെ ഹൃദയത്തിനെ അവൻ ഒരുക്കുകയാണ്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സറണ്ടർ ആയിന്ന ദൈവത്തിന്റെ മുമ്പിൽ, അല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കിയേ. ഒരാൾക്കും വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ വർഗം പുറത്തു പോവില്ല. അതായത് നമ്മളെ വിട്ടു പോവില്ല. പ്രാർത്ഥിക്കുമ്പോ നമുക്ക് എന്തുണ്ടാവണമെന്നാണ് ഈ വചനം പറയുന്നത്? ഭയം ഉണ്ടാകരുത്. ഭയത്തിന്റെ ആത്മാവുമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിശാചിനോടാണ് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ ചിലപ്പോ നമ്മൾ പറയും ജപ്തിയോ അല്ലെങ്കിൽ വളരെ ഒരു ലക്ഷത്തിൽ ഒരിക്കലും ഒരാൾക്ക് മാത്രം സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു കടക്കെണിയിലോ അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയൊരു ഭീകരമായ വിഷമത്തില് സങ്കടത്തിലോ ആണ് നമ്മൾ പെട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? ഭയമാണ്, അല്ലെ? ഞാൻ എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ള ഒരു ഭയപ്പാടാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഭയത്തോടുകൂടെ ദൈവത്തിരുമുമ്പിൽ ഇരുന്ന് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞ ആ ഭയം നമ്മളെ ഭരിച്ച് പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഭയം കൂടാതെ. ഭയം എന്താന്ന് വെച്ചാൽ എന്താ? വിശ്വാസത്തെ തകർക്കുന്നതാണ് ഭയം. വിശ്വാസത്തിന്റെ എതിരാണ് ഭയം. അപ്പൊ നമ്മൾ ഭയത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? അപ്പുറത്തെ വശത്തില് വിശ്വാസ ദുർബലതയുടെ മുമ്പില് നമ്മൾ ഇങ്ങനെ ഒരു ആചാരവെടി പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചിലവരോട് പോയി കരണക്കൊന്ത ചെല്ല്, ജമാല് ചെല്ല്, ബൈബിള് വായിക്ക്, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കൊരു റിക്കവറി ഉണ്ടാവില്ല. എന്താ കാര്യം? ഇവര് നോട്ടം ഇട്ടിരിക്കുന്നത് വചനത്തിലോ അല്ലെങ്കിൽ ജപമാലയിലോ കരണക്കൊന്തയിലൊന്നും അല്ല.
ഇവരുടെ പ്രതിസന്ധിയിലേക്കാണ് ഇവർ നോക്കിയിരിക്കുന്നത്, അല്ലേ? അതെ അതെ നമ്മുടെ പ്രതിസന്ധിയിലേക്ക് നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഫ്രൂട്ട് എന്താണ്? നമ്മളെ തകർക്കുന്ന ഭയത്തോടുകൂടെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മുടെ ആത്മാവൊരു ഉത്കണ്ഠയുടെ മുൾമുനയിൽ കൊണ്ട് നിർത്തും. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പലരും പറയുന്നുണ്ട് ഞങ്ങളത് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളൊന്നുമില്ല. പക്ഷെ അവരുടെ വിഗ്രഹം എന്തായിരുന്നു? അവരുടെ പ്രതിസന്ധിയുടെ മുമ്പിലാണ് അവർ പ്രാർത്ഥിച്ചത്. ദൈവത്തിന്റെ മുമ്പിലാണ് അവർ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ പ്രതിസന്ധിയെ കർത്താവ് എടുത്തു മാറ്റും. കർത്താവിന് വല്ല സമയം വേണോ? ഈ പച്ച വെള്ളത്തെ ആര് പ്രാർത്ഥിച്ചിട്ടാണ്? ആരും അവിടെ പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വിശ്വാസി പോലും ഉണ്ടായില്ല. ആകെ ഉണ്ടായവരായ മറിയവും ഈശോയുമായിരുന്നു, അല്ലെ? അപ്പം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും പൂർണ്ണതയുള്ളതാ. അപ്പൊ എന്താണ്? മറിയം ഈശോയോട് പറയുകയാണ് അവർക്ക്. അപ്പൊ ഈ വീട്ടുകാർക്കല്ലേ ഉത്തരവാദിത്തം. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു കല്യാണം നടക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി. ഈ വരുന്നവർക്കാണ് ഉത്കണ്ഠ ഉണ്ടാവേണ്ടത്? അല്ല, ആ വീട്ടുകാർക്കാണ്. പക്ഷെ ഇവർക്ക് ഉത്കണ്ഠയുണ്ട്. പക്ഷെ ഇത് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് അവർക്ക് അറിയില്ല. അവരുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയുടെ ഭയപ്പാടായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞ അമ്മ, അവരുടെ ഹൃദയാവസ്ഥയെ അറിഞ്ഞ അമ്മ അവിടെ നേരിട്ട് അങ്ങോട്ട് ഈശോയോട് പറയുകയാണ്. പക്ഷെ ഈശോ ആരാണെന്നും അമ്മ ആരാണെന്നും ഈ കൂട്ടർക്ക് ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഇവരുടെ ഹൃദയത്തിലുള്ള അഹന്തയാണ് കർത്താവ് അവിടെ അറുത്ത് കളഞ്ഞത്. പക്ഷെ അവര് കാനായിലെ ആ കുടുംബത്തെ കുറിച്ച് എനിക്ക് ചരിത്രപരമായിട്ടുള്ള പുസ്തകമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് പലപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാല് ചില വ്യക്തികള് അല്ലെങ്കിൽ സമൂഹങ്ങള്, കുടുംബങ്ങള് ഇങ്ങനെ എല്ലാം ഓക്കെ ആണെന്നുള്ള ഭാവത്തില് അങ്ങനെ ജീവിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലുണ്ട് ഞങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങള് കുർബാന കൂടുന്നതാണ്, ഞങ്ങൾക്ക് കുറെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിലൊരു നീക്കുപോക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ വിഗ്രഹം നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രതിസന്ധി ആവരുത്. നമ്മുടെ ഉള്ളില് നമ്മുടെ വിഗ്രഹം ഈശോ മാത്രമായിരിക്കണം. നമ്മുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് സാധ്യമാക്കുന്ന ശക്തി കൊണ്ടുവരുന്ന ദൈവത്തെ അല്ലാതെ നമ്മുടെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയവും ഉത്കണ്ഠവും. അതുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് പല പല സ്വഭാവങ്ങളുണ്ട്, പല പല ചിന്ത. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയെ കുറിച്ച്. ഈശോ പറഞ്ഞത് ഭയമില്ലാതെ പ്രാർത്ഥിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ രോഗം, കടം, ദാരിദ്ര്യം, ദുഃഖം, ഇതിനെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നോക്കി നമ്മൾ ഭയമില്ലാതെ പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം. ഇത് പറഞ്ഞത് എവിടെയാണ്? വഴിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ശത്രുക്കളുടെ നടുവില് ഭീകരമായ പ്രതിസന്ധിയിൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിലകൊള്ളുന്ന, വേദനിക്കുന്ന ഒരു സമൂഹം, ആ ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പില് വളരെ അത്ഭുതകരമായ ഒരു വഴിവെട്ടുന്ന ഒരു ദൈവത്തെ ജനം കാണുകയാണ്, അല്ലെ? ഒന്നുമില്ലാത്തത് ഇന്ന് കർത്താവിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോ ആ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോയോട് പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ? നിന്റെ മുമ്പിൽ തടസ്സങ്ങളാണ്, അതെല്ലാം ദൈവം കാണുന്നുണ്ട്. നീ എന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, അത് വടി അങ്ങോട്ട് നീട്ടാനാ പറയണത്, അല്ലെ? അപ്പോ ആ വടി എന്താണ്? വിശ്വാസത്തിന്റെ പരിചയമാണ്. ദൈവം അതിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നിന്നെ ഇടയ്ക്ക് ചോദിക്കും, നിന്നെ ആരാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്? അപ്പൊ നീയാണോ? ഞാൻ പണ്ട് ഒരു ആൽബത്തിന്റെ ഇത് ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പറഞ്ഞ് അത് ഞാൻ എന്നെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന സർവ്വതും വിറ്റും പെറുക്കിയും ലോണൊക്കെ എടുത്ത് അവസാനം ഞാൻ നിർത്തി. അവസാനം എന്റെ കയ്യിലുള്ള വെഡിങ് റിങ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഞാൻ ഇതും കൂടി ലാസ്റ്റ് ആണ് ഇതുകൊണ്ട് കൊടുത്ത്. ഇത്രയും ചെയ്തിട്ട് കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇതുവരെ ചെയ്തത് നീയാണോ എന്ന്. എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം, എന്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തും പോയി ലോൺ എടുത്തത്, അതെല്ലാം ഞാൻ ചെയ്തിട്ട് കർത്താവ് ചോദിക്കും, നീയാണോ ഇതൊക്കെ ചെയ്തത് എന്നാണോ നീ വിചാരിക്കുന്നത് എന്നാണ്. അപ്പോ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾക്ക് വഴി കാണിച്ചു തരിക. അതിന്റെ പുറകിൽ വലിയൊരു ദൈവിക
ഇടപെടലുകളുണ്ട്. ഇന്ന് വരെയും എനിക്ക് ആ പാട്ടുകൾ ചെയ്തിട്ട് എന്താ ബെനിഫിറ്റ് ഒന്നുമില്ല. എന്റെ ഒരു ആത്മസംതൃപ്തി, അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഈശോയോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് എനിക്ക് ഇതിൽ നിന്നൊരു ഒരു എനിക്ക് സംതൃപ്തി, അതായത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഇപ്പോഴും ഒരു നഷ്ടം പോലെ തോന്നും. അത് വേണ്ട സ്ഥലത്ത് വേണ്ട വ്യക്തികളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ. എത്രയോ കഷ്ടപ്പെട്ടു. പക്ഷെ ഈശോ അത് സമയത്തിന്റെ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഒരു മനുഷ്യന് വായിലെ ഒരു ഭക്ഷണം എത്ര നേരം വായിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റും? അല്ലേ? ഒരായുസ് മുഴുവനും വായിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. ചില ജീവിതങ്ങളോട് ദൈവം അങ്ങനെ കാണിക്കും. ചില സങ്കടങ്ങള്, വേദനകള് നീ അനുഭവിച്ചുകൊണ്ടേയിരുന്നു, നിനക്കൊരു സമയം വരുമ്പോ ഞാൻ ചെയ്തു തന്നേക്കാം എന്ന് പറയും. അപ്പൊ നമ്മള് പരാതി പറയും, നമ്മൾ പിറുപിറുക്കും, നമ്മുടെ വിശ്വാസ ദുർബലതയൊക്കെ ഉണ്ടാവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മള് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിനെ എല്ലാം നേരിടണം. നമുക്ക് അവർ തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥിക്കാൻ, ഭയമില്ലാതെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി അവയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ